അങ്ങനെ ഞാനുണ്ടാക്കി വൈറലായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഹെൽത്തി സാൻഡ്വിച്ച്. ഒരു തുള്ളി പോലെ ഓയിൽ വേണ്ടോ ഇതുണ്ടാക്കാൻ വേണ്ടി. നോമ്പൊക്കെ വരുന്നത് അപ്പൊ കുറച്ച് ഹെൽത്തി ആയിക്കെന്ന് വെച്ച് ഇനി നിങ്ങൾക്ക് ഇതേമാതിരി ഹെൽത്തി കുട്ടന്മാരാണെങ്കിൽ ഒരു ഇഡ്ഡലി ചെമ്പെടുത്ത് വേഗം ഇടുവായോ. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക, കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, ചിക്കൻ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവുന്ന വരെ ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. ഇനി ഇതങ്ങോട്ട് തുറന്നു നോക്കിയപ്പോഴേ എൻ്റെ മുട്ടയ്ക്ക് ഒരു കളർ വ്യത്യാസം, ഒരു ബ്രൗൺ കളറൊക്കെ പോലെ. പോരത്തേന് താഴത്തെ തട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, മുകളത്തെ തട്ടിലേക്ക് എൻ്റെ വൈകിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പറ്റി? അതൊക്കെ പോട്ടെ, ഇതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ഒരു മിക്സിയുടെ ചാറെടുത്തിട്ട് ചിക്കൻ ഒഴികെയുള്ള ആവി കയറ്റിയെടുത്ത എല്ലാ സാധനങ്ങളും അതിലേക്കിട്ട് തട്ടാം. ഇനി കുറച്ച് വിനീഗറും ഉപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടാൽ നമ്മുടെ മയോണൈസ് റെഡിയായി. ഓയിൽ ഒട്ടും തന്നെ ചേർക്കാത്ത മയോണൈസ്. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ചേർക്കാം. ശേഷം ചിക്കൻ ഇടുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസും കൂടെ ചേർത്തിട്ട് സോൾട്ട് പെപ്പർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ബ്രെഡ് എടുത്ത് വന്നിട്ട് അത് ഓയിലിലോ ബട്ടറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ബ്രെഡിൽ ഓരോന്നിലായിട്ട് നിറച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇത്രയും സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഞാൻ എന്തേ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയില്ല, ദിസ് ഈസ് യുവർ ബെസ്റ്റ് ടൈം. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. കൂടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.